എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 ട്രാൻസ്ഫറിനായുള്ള വേക്കൻസി ലിസ്റ്റും അപേക്ഷിക്കാനുള്ള ലിങ്കും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത്? ആ ഒരു കാര്യം കൃത്യമായൊരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നിങ്ങൾ ട്രാൻസ്ഫറിനായി ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ആ കാര്യം കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകൾ, പ്രത്യേകിച്ച് +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന HSCAP സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതുതായി വന്ന രണ്ട് ഓപ്ഷനുകൾ കാണാം. ഒന്നാമത്തത് സ്കൂൾ വൈസ് വേക്കൻസീസ്, അതായത് ഓരോ സ്കൂളിലും ട്രാൻസ്ഫറിനായി അനുവദിച്ചിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ലഭ്യമാവുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്താൽ ആ ഒരു ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലും ഉള്ള കോഴ്സുകളുടെ ലിസ്റ്റ്, അതായത് വേക്കൻസി ലിസ്റ്റ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ കോഴ്സുകളുടെ ലിസ്റ്റ് മനസ്സിലാക്കി ഏതൊക്കെ സ്കൂളുകളിലാണ് ട്രാൻസ്ഫറിനായി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം അതൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ 3 വിവരങ്ങളും സെലക്ട് ചെയ്ത ശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേര്, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതിനുശേഷം തൊട്ടു താഴെ ഇവിടെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂൾ, അഡ്മിഷൻ നേടിയിട്ടുള്ള കോഴ്സ്, ഇത്രയും വിവരങ്ങൾ കാണാൻ സാധിക്കും. അതിനു താഴെ ഇവിടെയാണ് നിങ്ങൾ അടുത്തതായി ട്രാൻസ്ഫറിനായി ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്കൂൾ കോഡ് എൻ്റർ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടു താഴെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിനായാണോ ട്രാൻസ്ഫറിനായി ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സയൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായി നിങ്ങൾ ഒന്നാമതായി ആഡ് ചെയ്തിട്ടുള്ള സ്കൂൾ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തൊട്ടു താഴെ അടുത്ത സ്കൂൾ, നിങ്ങൾ ഏതാണോ ട്രാൻസ്ഫറിനായി ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂൾ ആഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഒരു സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ട്രാൻസ്ഫറിനായി ഉദ്ദേശിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും അല്ലെങ്കിൽ കോമ്പിനേഷനുകളും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം അതൊന്നുകൂടി നന്നായി വെരിഫൈ ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളുകൾ തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത്, കോഴ്സുകളെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച അതേ കോഴ്സുകൾ തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ ഇവിടെ ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ എൻട്രി കൺഫർമേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതൊരു ഫൈനൽ സബ്മിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊട്ടു മുമ്പ് ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്കൂളുകളും കോഴ്സുകളും ഒന്നുകൂടി കാണാൻ സാധിക്കും. ഇത്തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ട്രാൻസ്ഫറിനായുള്ള ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്
പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ കാര്യം കൃത്യമായി ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ട്രാൻസ്ഫറിൻ്റെ അപേക്ഷാ രീതിയിലും അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലുമൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ തൊട്ടു മുമ്പ് ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആയി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫറിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കൂടെ കണ്ട് അല്ലെങ്കിൽ HSCAP സൈറ്റിലുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ട്രാൻസ്ഫറിനായി അപേക്ഷിക്കുക. നല്ല രീതിയിൽ ട്രാൻസ്ഫർ അപേക്ഷ പൂർത്തിയാക്കുക. കാരണം നിങ്ങൾ അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ താല്പര്യമുള്ള സ്കൂളുകൾ മാത്രം ട്രാൻസ്ഫർ അപേക്ഷയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അപേക്ഷ പൂർത്തിയാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യവും ട്രാൻസ്ഫറിനായുള്ള അപേക്ഷ തുടങ്ങി എന്നുള്ള ഏറ്റവും പുതിയ വിവരവും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരുമ്പോഴും അതേപോലുള്ള മറ്റ് വിദ്യാഭ്യാസ വാർത്തകളുമൊക്കെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.